എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററാണ് ചർച്ച ചെയ്തത്. ചാപ്റ്റർ ഡിജിറ്റൽ മീഡിയ, ശരിക്കും പേര് എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഫിലിം വരും, റേഡിയോ വരും, ടെലിവിഷൻ വരും. ഈ ടെലിവിഷൻ, റേഡിയോ, ഫിലിം ഈ മൂന്നും ശരിക്കും ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം വന്നത് റേഡിയോയും പിന്നെ വന്നത് ടെലിവിഷനും അതിനുശേഷമാണ് ഫിലിമും കടന്നു വരുന്നത്. പക്ഷേ സിനിമയെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആശയം അതിനു മുൻപേ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തത്. അപ്പോൾ ഒരു 1890കളിൽ തുടങ്ങിയ സിനിമ ഒരു 130 വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു പക്ഷേ മറ്റു മേഖലകൾ പോലും 130 വർഷം പിന്നിട്ട മറ്റു മേഖലകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിനിമാ മേഖലയിലുണ്ടായ 130 വർഷത്തെ മാറ്റം എന്ന് പറയുന്നത് അൺബിലീവബിൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. അത്ര വലിയ മാറ്റങ്ങളാണ് വന്നു കഴിഞ്ഞത്. എങ്ങനെയാണ് സിനിമ ഇത്രയും ഡെവലപ്പ് ചെയ്തതെന്ന് ഒരുപക്ഷെ സിനിമയ്ക്ക് പോലും അറിയാൻ പറ്റിയെന്ന് വരില്ല. അത്ര വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ എല്ലാം നല്ല മാറ്റങ്ങളായിരുന്നു. പുതിയ നല്ല സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മാറ്റങ്ങളായിരുന്നു എല്ലാം തന്നെ. അതൊരു വലിയ അംഗീകാരമാണല്ലോ ശരിക്കും. കാരണം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കലാസൃഷ്ടി എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപാധി കൂടിയാണ്. കല എന്ന് പറയുന്നതെല്ലാം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആർട്ട് ഈസ് നോട്ട് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് എന്നുള്ള ചിന്താഗതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആർട്സ് ഫോർ ആർട്സ് സേക്ക് എന്നാണ് പഴയ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ആർട്ടിൻ്റെ മാത്രം ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. അതേതൊരു ആർട്ട് ഫോമായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് കൂടിയാട്ടം അല്ലെങ്കിൽ ഓട്ടം തുള്ളൽ, മാർഗം കളി, ചവിട്ട് നാടകം, ഇത്തരത്തിലുള്ള പ്രാചീന കലാരൂപങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡെപ്പിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നും മാറ്റം വരുത്തേണ്ടി വരുന്ന ചില കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കാം. എന്തായാലും കലാമൂല്യമുള്ള ഒരു സൃഷ്ടി എന്ന് പറയുന്നത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. കാരണം കാലഘട്ടം ചേഞ്ച് ആകുമ്പോൾ കലയിൽ മാറ്റം വരണം. എന്നാലാണ് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാസൃഷ്ടികൾക്ക് രൂപം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പരിധിവരെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇനി ഇന്ത്യയിലെ ഏതൊക്കെ ഭാഷയിൽ ഇറങ്ങുന്നുണ്ടോ, ഇതുകൂടാതെ വിദേശ ഭാഷാ സിനിമകളിൽ ഉൾപ്പെടെ ഈ ഒരു സാമൂഹിക അവബോധം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സിനിമകൾ തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും തർക്കമില്ല. ചില എക്സെപ്ഷണൽ സിനിമകൾ ഉണ്ടാവുമായിരിക്കാം, ഉണ്ടായിക്കോട്ടെ. ഒരു കലാമൂല്യമില്ലാത്ത, ഒരു സാമൂഹിക അവബോധവും സൃഷ്ടിക്കാത്ത സിനിമകളും ഇറങ്ങുന്നുണ്ടായിരിക്കാം. അത് ഇറ്റ്സ് ഓൾ ദ പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. കാരണം എല്ലാം നല്ലത് മാത്രം വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കാൻ പോകുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എടുക്കാം. ഇന്ത്യ നല്ല രീതിയിൽ ഫോമായിട്ട് കളിച്ചു വരുന്ന സമയമായിരുന്നു. IPL ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ നന്നായിട്ട് കളിച്ചതാണ്. പക്ഷെ ഓസ്ട്രേലിയയിൽ പോയി 2 ഏകദിനം തോറ്റിട്ട് പോകുന്നു. ഭാഗ്യത്തിന് അവസാനത്തെ ഏകദിനം ജയിച്ചു. അതും വളരെ നിസ്സാര റണ്ണിനാണ് ജയിച്ചത്. അപ്പോൾ ഇന്ത്യൻ ടീം അയ്യോ ഇത്രയും മോശം ഒരു ക്രിക്കറ്റ് ടീമില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല.
എന്നാൽ ഇന്ത്യ സൂപ്പറാണ്, ബെസ്റ്റ് ടീമാണ് ലോകത്തിലെ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ എക്സെപ്ഷൻ വന്നാലും അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കളയുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഡെവലപ്മെൻറ്റിലേക്ക് മലയാളം വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. മലയാള സിനിമ ഇന്ന് ലോകത്ത് ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങി എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. അല്ലെങ്കിൽ ഓസ്കാർ പോലുള്ള നോമിനേഷനിലേക്ക് നമ്മുടെ സിനിമ പോവില്ലല്ലോ. അല്ലെങ്കിൽ ജയ്ഹോ പോലത്തെ ഇന്ത്യൻ സ്ലം ഡോഗ് മില്യനെയർ അതിൻ്റെ മ്യൂസിക്കിലാണല്ലോ ഓസ്കാർ കിട്ടിയിട്ടുള്ളത് ഇന്ത്യക്ക്. റഹ്മാനും അതുപോലെ തന്നെ ആ സിനിമയിൽ റസൂൽ പൂക്കുട്ടിക്കും ഒക്കെ അവാർഡ് കിട്ടി. പക്ഷെ ഒരു മലയാളം സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ എക്സിബിഷനുള്ളൊരു സാധ്യത കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമാണ്. അപ്പം ഇനിയും മലയാളത്തിൽ നിന്ന് നല്ല നല്ല സിനിമകൾ ഉണ്ടാവാനുണ്ട്. ഇനി വരുന്നൊരു കാലഘട്ടം ചിലപ്പോൾ നിങ്ങളിലൂടെ ആയിരിക്കും മലയാള സിനിമ ലോകത്തിൻ്റെ മുൻപിൽ അറിയപ്പെടാനായിട്ട് പോകുന്നു. ഈ പറയുന്ന ഏതൊരു വ്യക്തിയും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ എടുക്കാം. അഡ്വക്കേറ്റ് ആയിരുന്ന വ്യക്തി, അദ്ദേഹം പാഷനേറ്റായി സിനിമയെ സമീപിച്ചു. അദ്ദേഹം സിനിമയിൽ വളർന്ന് വലുതായി. വളർന്നു വലുതായി എന്ന് പറഞ്ഞാൽ ഇനി വലുതാവാനൊന്നുമില്ല. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഏറ്റവും ഹയസ്റ്റ് റീച്ചിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം മമ്മൂട്ടി അതിന് നടനാവാൻ വേണ്ടി ജനിച്ച ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രജനീകാന്തിന് എടുക്കാം. തമിഴ് സിനിമയിലെ രജനീകാന്തിന് എടുക്കാം. ബസ്സിൽ കണ്ടക്ടറായിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ആളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു മാറ്റം, ഒരു സിനിമയിലേക്ക് വിളി വരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തസിദ്ധമായിട്ടുള്ളൊരു സ്റ്റൈല് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈൽ മന്നൻ എന്നുള്ള കാറ്റഗറിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ഇരിപ്പിടം തമിഴ് സിനിമയിൽ ഉണ്ടാക്കിയിട്ടു. ചിലപ്പോഴൊക്കെ രജനിയുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇയാൾ എന്ത് വെറുപ്പിക്കണേ. പക്ഷേ അവിടെ അത് അക്സെപ്റ്റബിൾ ആണ്. രജനീകാന്ത് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം, തമിഴ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അതവിടെ അക്സെപ്റ്റബിൾ ആണ്. അതിൽ തർക്കമില്ല. അവർക്കതൊരു ഗോഷ്ഠിയായിട്ടോ കോപ്രായമായിട്ടോ ഒന്നും തോന്നുന്നില്ല. അവരതിനെ അംഗീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രജനി സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നല്ല ഫിലിം പ്രൊഡ്യൂസേഴ്സോ നല്ല സിനിമ സംവിധായകരോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ലൈഫ് എപ്പോഴാണ് ഡീവിയേറ്റ് ചെയ്യുക, ഏത് മേഖലയിലേക്കാണ് നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുക എന്നൊന്നും പറയാൻ പറ്റില്ല. എനിഹൗ മലയാള സിനിമ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വളർച്ചയിൽ ഇന്ത്യയുടെ സിനിമയുടെ തുടക്കം എങ്ങനെ, അതിലെ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലെ ചർച്ചാ വിഷയം. ഫിലിംസ് ഇൻ ഇന്ത്യ. ഫീച്ചർ ഫിലിംസ് ഫൗണ്ട് their place in India in 1912 when the first film Pundalik was made by R.G. Tornoy and N.G. Chitre was based on the life of a Maharashtrian saint by the same name. പുണ്ടാലിക് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യത്തെ ഇന്ത്യൻ സിനിമ. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സിനിമ എന്നർത്ഥമുള്ളൂ, ഇന്ത്യക്കാരൻ്റെ സിനിമ എന്നർത്ഥമില്ല. കാരണം ഈ പറയുന്ന R.G. ടൊർണോയും അതുപോലെ തന്നെ N.G. ചിത്രയും ഇന്ത്യക്കാരല്ല, അവർ വിദേശികളാണ്, ബ്രിട്ടീഷുകാരാണ്. പക്ഷെ അവർ ഇന്ത്യയിൽ വന്നിട്ടൊരു സിനിമ എടുക്കാൻ തയ്യാറാവുകയും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ എന്ന പേര് പുണ്ടാലിക്കിന് ലഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിൻ്റെ തീം എന്ന് പറയുന്നതും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവർക്ക് കിട്ടിയത്. പുണ്ടാലിക് എന്ന് പറയുന്നത് ഒരു സെയിൻ്റാണ്, മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നൊരു ആചാര്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് അവർ ചെയ്തൊരു സിനിമ. ബട്ട് ഇറ്റ് വാസ് ഹാഫ് ബ്രിട്ടീഷ് ഇൻ ഇറ്റ്സ് മേക്ക്
The film was followed by Raja Harichandra in 1913 by Dundiraj Govind Phalke. ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ എന്നും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേൾക്കാനായിരിക്കും കൂടുതൽ സാധ്യത. ദാദാ സാഹിബ് എന്നുള്ളത് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത വിശേഷണമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിലിം ഡയറക്ടർക്കുള്ള അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അവാർഡ്സിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തോടുള്ള ഹോണററി ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബഹുമതി കൊടുത്ത് സിനിമയിലെ ഏറ്റവും മികച്ച കോൺട്രിബ്യൂട്ടറെ കണ്ടെത്തുകയും അയാൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഫാൽക്കെ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ഇന്ത്യൻ നിർമ്മിത സിനിമ ചെയ്യാണ്. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ആളുടെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ എല്ലാ ഗുണങ്ങളും തികഞ്ഞ വ്യക്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സർവ്വഗുണസമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്ത് രാജ ഹരിചന്ദ്ര എന്ന പേരിലൊരു സിനിമ അദ്ദേഹം ചെയ്യുകയായിരുന്നു. പോപ്പുലർലി നോൺ ആസ് ദാദാ സാഹിബ്, he is credited with laying the foundation for Indian film industry, and many describe him as the father of Indian films. ഒരുപാട് നിരൂപകർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ അദ്ദേഹം ഉണ്ടാക്കിയത് കൊണ്ടല്ല അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. അദ്ദേഹമാണ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എടുത്തത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു പക്ഷേ ആദ്യത്തെ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേര് ആ മാർഗം പിന്തുടർന്ന് പിന്നെ അതിൽ ചെറിയ പരീക്ഷണങ്ങൾ വരുത്തി മാറ്റങ്ങൾക്ക് ശ്രമിച്ചിട്ടൊക്കെ ചെയ്യുമായിരിക്കാം. എന്നിരുന്നാലും ആദ്യത്തെ എഫേർട്ട് എടുക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ആ എഫേർട്ട് എടുക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഇന്ത്യയിലെ സിനിമ ഉണ്ടാവാനായിട്ട് തുടങ്ങി. Government of India has named the highest film award after Dada Saheb Phalke. It is given annually to the best film personality in the country. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിലിം ഇൻഡസ്ട്രിയിലെ വ്യക്തിക്ക് കൊടുക്കാനുള്ള അവാർഡിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നവർ പേരിട്ടു. The era of talkie film began in India in 1931 when the first film Alam Ara was produced by Ardeshir Irani. Several studios sprang up in Bombay, Calcutta, Madras to produce movies. നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിലൊക്കെ ഔട്ട്ഡോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. സിനിമ പൂർണ്ണമായിട്ടും ഒരു സെറ്റിട്ട് അത് സ്റ്റുഡിയോയുടെ അകത്ത് തന്നെയാണ് മാക്സിമം ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണ് AVM സ്റ്റുഡിയോ പോലെയുള്ള, റാമുജി റാവു ഫിലിം സിറ്റി പോലെയുള്ള വലിയ വലിയ സ്റ്റുഡിയോസൊക്കെ ലോകത്തുണ്ടാവും. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർലി സൗത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് മദ്രാസ് ആയതുകൊണ്ടാണ് മദ്രാസിൽ ഒരുപാട് ഫിലിം കമ്പനികളും അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ സ്റ്റുഡിയോസൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമായത്. അപ്പോൾ ഇത് കാണിച്ചു തരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഇനിയും വളരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് തർക്കമില്ല. സിനിമ ഒരുപാട് ഇനിയും വളരാനുണ്ട്. നമുക്കറിയാം, പല മലയാള സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടോടിക്കാറ്റ് പോലെയുള്ള സിനിമയിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. മദ്രാസിലേക്ക് ആൾക്കാർ സിനിമ പഠിക്കാൻ, സിനിമയിൽ അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറും. കാരണം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. കാരണം അവിടെയാണ് സ്റ്റുഡിയോ ഉള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വണ്ടി കയറി എല്ലാവരും പോകുന്നത്.
എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ ടാക്കി എന്ന് പറഞ്ഞാൽ, ടാക്കീസ് എന്ന് പറയുന്നത് ശബ്ദചിത്രങ്ങളെ പ്രദർശിപ്പിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് ടാക്കീസ് എന്നുള്ള പേര് വന്നത്. സിനിമ ടാക്കീസ്, ടാക്കീസ് അല്ല ടോക്കീസാണ്. ടോക്കി മീൻസ് ശബ്ദമുള്ള ചിത്രങ്ങൾ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ലീവിങ് ദ ലൂമിയർ ഫാക്ടറി ആയാലും, നമ്മളിപ്പോൾ പറഞ്ഞ പുണ്ടാലിക്ക ആയാലും, അതുപോലെ തന്നെ രാജാ ഹരിചന്ദ്ര ആയാലും, അതിനൊന്നും സൗണ്ടില്ല, സംസാരമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. മലയാളത്തിലെ ആദ്യത്തെ ചിത്രം നിങ്ങൾ പൃഥ്വിരാജിൻ്റെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. JC ഡാനിയൽ എന്ന് പറയുന്ന സംവിധായകൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. പക്ഷേ അതൊരു സൗണ്ട്ലെസ് മൂവി ആയിരുന്നു. ആദ്യമായിട്ടുള്ള ഇന്ത്യൻ സൗണ്ട് മൂവി എന്ന് പറയുന്നത്, ടോക്കി മൂവി എന്ന് പറയുന്നത് അലം ആരയും, അത് നിർമ്മിച്ച വ്യക്തിയുടെ പേര് അർദീഷർ ഇറാനി എന്നുള്ളതാണ്. പിന്നീട് ഒരുപാട് ടോക്കി സിനിമകൾ മലയാളത്തിലും ഈ ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും വരാനായിട്ട് തുടങ്ങി. സിനിമ എല്ലായിടത്തും ടോക്കീസായി മാറാൻ തുടങ്ങി. ശബ്ദചിത്രങ്ങൾ മാത്രമാണ് പിന്നീട് പുറത്തിറങ്ങിയത്. നമുക്ക് ചില ഫിലിം സ്റ്റുഡിയോസ് പരിചയപ്പെടാം. പ്രഭാത് ഫിലിം കമ്പനി ബോംബെ, ബോംബെ ടോക്കീസ് ബോംബെ, ദി ഇമ്പീരിയൽ ഫിലിം കമ്പനി ബോംബെ, വാദിയ മൂവി ടോൺ ബോംബെ, ന്യൂ തിയേറ്റർ കൽക്കട്ട, മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ മദ്രാസ് were the leading studios that produced films in the early years. തുടക്ക കാലഘട്ടത്തിൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില ചില സ്റ്റുഡിയോസിൻ്റെ പേരാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ദി നോട്ടഡ് ഫിലിം ഡയറക്ടേഴ്സ് ഓഫ് ഏർലി ഇയർ were V. Shantaram, K.A. Abbas, P.C. Barua, Satyajit Ray, Sohrab Modi, Raj Kapoor, Mrinal Sen and Mahbub Khan, to name a few. Sohrab Modi's Jhansi Ki Rani was India's first color film. ഇന്ത്യയിലെ ആദ്യത്തെ കളർ മൂവി ഇറക്കിയത് സൊഹ്റബ് മോഡിയാണ്. അദ്ദേഹത്തിൻ്റെ ജാൻസി കി റാണി എന്ന് പറയുന്ന സിനിമ, ജാൻസി റാണിയുടെ കഥയെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമ തന്നെയാണ്. ആ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് കളർ പിക്ചർ, അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്ന സിനിമ കളർ ആവാനായിട്ട് തുടങ്ങിയത് അന്നു മുതലാണ്. ഇന്ത്യൻ കളർ ഫിലിമാണ് കേട്ടോ, ഓർത്തു വയ്ക്കിയ പേരുകൾ. അപ്പാർട്ട് ഫ്രം ഹിന്ദി ഫിലിം ഇൻ ലാർജ് നമ്പർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ, ബംഗാളി ലാംഗ്വേജസ്. ആദ്യമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാതൃഭാഷ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രഭാഷ എന്ന് വിളിക്കുന്ന ഹിന്ദി, ആ ലാംഗ്വേജിൽ തന്നെയാണ് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെങ്കിലും കാലക്രമത്തിൽ സിനിമയുടെ എണ്ണം മറ്റു ഭാഷകളിൽ കൂടാനായിട്ട് കാരണമായി ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങി. For people who make films, the medium provides an opportunity for expression, an opportunity to practice a complex craft as well as a livelihood. ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളെ സമൂഹത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി വേദിയായിട്ടാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ ചിലരെങ്കിലും സിനിമയെ ഉപജീവന മാർഗമായിട്ടും കാണുന്നവരുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് മേക്കിംഗ്, ആൻഡ് ടുഡേ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ആസ് എ ബിസിനസ്. ഇതിൽ തർക്കമില്ല. സിനിമ ഇന്ന് ബിസിനസ്സാണ്. ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഇത് രണ്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമുക്കറിയാം സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, സാറ്റലൈറ്റ് റേറ്റിംഗ് എന്ന് പറയും. എന്താ സാറ്റലൈറ്റ് റേറ്റിംഗ്? സാറ്റലൈറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ചാനലുകളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റേറ്റിംഗ് ആണ്. അതായത് ഒരു സിനിമ
തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ TV സംരക്ഷണ അവകാശത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചാനൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ സമീപിക്കുമ്പോൾ ഓരോ നടനുമുള്ള റേറ്റിംഗ് എത്രയാണെന്ന് നോക്കിയിട്ടാണ്, സാറ്റലൈറ്റ് റേറ്റിംഗ് നോക്കിയിട്ടാണ് അതിൻ്റെ എമൗണ്ട് പലപ്പോഴും ഫിക്സ് ചെയ്യുക. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ സാറ്റലൈറ്റ് അവകാശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലാതെ സിനിമ ഇറങ്ങി ഹിറ്റായതിനു ശേഷമല്ല നമ്മുടെ നാട്ടിൽ സാറ്റലൈറ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ആ സിനിമയെ ഏറ്റെടുക്കുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മിക്ക സിനിമകളും ഇപ്പോൾ ഹിറ്റായ സിനിമകൾ, ഉദാഹരണത്തിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 12 കോടി രൂപയ്ക്കാണ് ഏഷ്യാനെറ്റ് ലൂസിഫർ എന്ന സിനിമ സംരക്ഷണം ചെയ്യാനുള്ള അവകാശം അതിൻ്റെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുള്ളത്. ലൂസിഫർ ഇറങ്ങുന്നതിന് മുൻപേ 12 കോടിക്ക് അത് കരാറായി. 8 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം വീഡിയോ ലൂസിഫർ എന്ന സിനിമ എടുത്തത്. വിച്ച് മീൻസ് 20 കോടി രൂപ സംരക്ഷണത്തിലൂടെ തന്നെ അവർക്ക് കിട്ടാനായിട്ട് കാരണമായി. ബാക്കി തിയേറ്ററിൽ ഓടിക്കിട്ടുന്ന പൈസേൻ്റെ 33% പ്രൊഡ്യൂസർക്കുള്ളതാണ്, 33% തിയേറ്ററിനുള്ളതാണ്, 33% റിലീസിങ് കമ്പനിക്കുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സിനിമാ വ്യവസായത്തിന് റേറ്റിംഗ് കൂടുമ്പോൾ, ഇപ്പോൾ പൃഥ്വിരാജിനായാലും ദിലീപിനായാലും മോഹൻലാലിനായാലും മമ്മൂട്ടിക്കായാലും ഒക്കെ സാറ്റലൈറ്റ് റേറ്റിംഗ് ഭയങ്കര ഹൈക്കാണ്. ഓരോ ചാനലുകളും അവരുടെ പടം ഇറങ്ങുമ്പോൾ അതിൻ്റെ സാറ്റലൈറ്റ് അവകാശം മേടിക്കാൻ ക്യൂ ആണ്. എത്ര കോടി വേണമെന്ന് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താ, ആ സിനിമ ഹിറ്റാവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഹിറ്റായി കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ എത്ര വട്ടം TV-യിലിട്ടാലും അത് കാണാൻ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ നോക്കൂ, പുലിമുരുകൻ ഏഷ്യാനെറ്റ് എത്രയോ തവണ ഇട്ടതാണ്. ഇന്നും ഇടുമ്പോൾ ചിലരെങ്കിലും പോയിരുന്ന് കാണും, അറ്റ്ലീസ്റ്റ് കുട്ടികളെങ്കിലും ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ലൂസിഫർ എത്ര തവണ ആവർത്തിച്ചു കഴിഞ്ഞാണ് സിനിമ ഇന്നും ഇടുമ്പോൾ, ഈവൻ ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ലൂസിഫർ. അത് ഏഷ്യാനെറ്റ് ഇട്ടാലും ഏഷ്യാനെറ്റ് പ്ലസ് ഇട്ടാലും മൂവീസ് ഇട്ടാലും ഒരു രസം. നമുക്ക് A to Z കഥ അറിയാം, പല ഡയലോഗുകളും വരെ അറിയാം. എന്നിട്ടും നമ്മൾ ഇരുന്ന് കാണുന്നതിൻ്റെ കാരണം നമുക്ക് ആ സിനിമ അത്രയും താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ താല്പര്യമുള്ള സിനിമകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ സിനിമ ഇടുമ്പോൾ എപ്പോഴായാലും ആൾക്കാരുണ്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആവശ്യത്തിന് പരസ്യമിടാം. ഈ 10 കോടിയും 12 കോടിയൊക്കെ കൊടുക്കുമ്പോഴും ഈ പറയുന്ന ചാനലിനുള്ള ലാഭം ഇതാണ്. ഈ സിനിമ 10 പ്രാവശ്യം ഇടാം, 10 പ്രാവശ്യം ഇടുന്നതിൻ്റെ ഇടയ്ക്ക് 10 തവണ പരസ്യം ഇടാം. 2.5 മണിക്കൂറിന് സിനിമ ഇടുമ്പോഴേക്കും 10 വട്ടം പരസ്യം ഇടാം. 25 മിനിറ്റ് ബ്രേക്ക് വെച്ചിട്ട് പരസ്യം ഇട്ടുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ 20 മിനിറ്റ് ബ്രേക്കിൽ. ഓരോ സെക്ഷനിലും മിനിമം ഒരു 50 ലക്ഷമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു സിനിമ കഴിയുമ്പോഴേക്കും ചുരുങ്ങിയത് 1 കോടി 2 കോടിയുടെ ഇടയിൽ ഒരു രൂപ ചാനലിന് കിട്ടും പരസ്യത്തിലൂടെ. പിന്നെന്താണ് പ്രശ്നം? അങ്ങനെ 10 തവണ സിനിമ ഇട്ടാൽ, 15 തവണ ഈ സിനിമ ഇട്ടാൽ പൈസ മുതലായില്ലേ? 2 കോടി വെച്ച് 15 തവണ കിട്ടിയ 30 കോടി രൂപ. പടത്തിന് സാറ്റലൈറ്റ് അവകാശത്തിന് കൊടുത്തത് 12 കോടി രൂപ. വിച്ച് മീൻസ് എങ്ങും തൊടാണ്ട് 18 കോടി. ഇതൊരു അപ്രോക്സിമേറ്റ് കണക്ക് ഞാൻ പറഞ്ഞ കേട്ടോ. ഇതിങ്ങനെ തന്നെയാണോ എല്ലാ സിനിമയ്ക്കൊന്നും വിചാരിക്കരുത്. ഞാൻ പറയാണ്, ഒരു സാധ്യത പറയാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരും പൈസ ഉണ്ടാക്കുന്നത്. ഇനി പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം എന്താ നഷ്ടമുള്ളത്? തിയേറ്ററിൽ പടം ഓടിയില്ലേ, പടം പൊട്ടിയെന്ന് വിചാരിച്ചോ? പൊട്ടിക്കോട്ടെന്നേ, ആർക്കെന്ത് പ്രശ്നം? 20 കോടി രൂപയോടെ കിട്ടി. പടത്തിന് ആകെ മുതൽ മുടക്ക് 2 കോടി രൂപയുള്ളൂ. 18 കോടി രൂപ എങ്ങും തൊടാണ്ട് ലാഭം പോരെ? അല്ലെങ്കിൽ 10 കോടി രൂപ എല്ലാം കൂടിയിട്ട് ചിലവായി. 20 കോടി രൂപ സാറ്റലൈറ്റും മറ്റ് മേഖലയിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടി. 10 കോടി രൂപ ലാഭം പോരെ ഒരു സിനിമ? ആ പടം തിയേറ്ററിൽ ഓടിയാൽ എന്ത്, ഓടിയില്ലെങ്കിൽ എന്ത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
പ്രൊഡ്യൂസറുടെ കാശ് അയാൾക്ക് തിരിച്ചു കിട്ടും. അതാണ് മുടക്കുമുതൽ മുതലാക്കുന്ന സിനിമകളെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. For people who make films, the medium provides an opportunity for expression, an opportunity to practice a complex craft as well as a livelihood. It may seek to educate, persuade and influence and entertain. 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോം അഥവാ എഡ്യൂക്കേറ്റ്. രണ്ടാമത്തെ ഫിലിമിൻ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫലം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് പെർസ്യൂഡ് ആൻഡ് ഇൻഫ്ലുവൻസ്. പെർസ്യൂഡ് മീൻസ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുക, ഇതിങ്ങനെ മതി, അല്ലെങ്കിൽ ഈയൊരു ഡ്രസ്സ് നമുക്ക് നല്ലതാണ്. പല സിനിമകൾ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ഡ്രസ്സുകളുടെ പേരുകൾക്ക് പലപ്പോഴും ആ ഡ്രസ്സിൻ്റെ ആ പടത്തിൻ്റെ പേരായിരിക്കും കിട്ടുക. അത് നിങ്ങളെ പെർസ്യൂഡ് ചെയ്യാണ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, ഓക്കെ ഇത് കൊള്ളാം, നല്ലതാണ്, ഇത് മതി. ഉദാഹരണത്തിന് കല്യാണരാമൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ഷർട്ട് ഇറങ്ങിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സിൽക്കിൻ്റെ പോലെ തോന്നിക്കുന്ന ഇത്തിരി തിളക്കമുള്ള സിംഗിൾ കളേർഡ് ആയിട്ടുള്ള ഷർട്ടുകൾ. കല്യാണരാമൻ സിനിമയിൽ ത്രൂ ഔട്ട് ദിലീപ് അങ്ങനത്തെ ഷർട്ടുകളാണ് ഇടുന്നത്. നീല, പച്ച, മഞ്ഞ, അതുപോലെ തന്നെ വയലറ്റ്, ഇങ്ങനത്തെ പല കളറുകൾ. പിന്നീട് കല്യാണരാമൻ ഷർട്ട് എന്ന് പറഞ്ഞിട്ട് അത് വളരെ അധികം വിറ്റഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിയ സമയത്ത്. അതിനുശേഷം മേരിക്കുണ്ടർ കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെ ഭാവന ഇട്ട് വരുന്ന ചുരിദാറുകൾ, കുഞ്ഞാട് മോഡൽ, അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പൊന്നുമല്ല കേട്ടോ, കുറച്ച് നാൾ മുൻപ് വരെ അതൊരു ട്രെൻഡായിരുന്നു. അതുപോലെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആട് 2-ൽ ജയസൂര്യ എടുത്തു വന്ന മുണ്ട്, വെറും ഒരു ലോക്കൽ ലുങ്കി. പക്ഷെ അതിനൊരു പ്രത്യേകത, 2 കളറിൽ അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ആയിട്ട് വന്നു. ഒരു സൈഡ് ബ്ലാക്ക് ആണെങ്കിൽ ഒരു സൈഡ് പ്യുവർ റെഡ്. അപ്പോൾ ആൾക്കാർക്ക് അത് ഉടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, അല്ലെങ്കിൽ ആ സിനിമയിൽ അത് ഉടുത്ത് കണ്ടപ്പോൾ നല്ല വൃത്തി തോന്നിയതുകൊണ്ട് ഒരുപാട് പേര് ആട് മോഡൽ മുണ്ടെടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ പറയുന്ന ഇൻഫ്ലുവൻസിൻ്റെ ആഴമാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ഉദാഹരണം, ഈ അനിയത്തി പ്രാവ് പോലത്തെ സിനിമയിലും നിറത്തിൽ CBZ ഉപയോഗിക്കുന്നതും, ഇപ്പോൾ അനാർക്കലിയിൽ പൃഥ്വിരാജ് ബുള്ളറ്റ് ഉപയോഗിക്കുന്നതും, അതും ആ സമയത്ത് ബ്ലാക്കിന് ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്. അനാർക്കലി ഇറങ്ങുന്ന സമയത്ത് അന്നാണ് പൃഥ്വിരാജ് സിൽവർ ബുള്ളറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സിൽവർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആൾക്കാരൊരു ട്രെൻഡാക്കി മാറ്റി. കുറേ സിൽവർ ബുള്ളറ്റ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് സിനിമയ്ക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ്. ഇനിയുള്ളത് എൻ്റർടൈനാണ്. അത് പിന്നെ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ, എങ്കിൽ മാത്രമേ സിനിമ വിജയിക്കുകയുള്ളൂ. ഒരു ആളുകളെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന ഒരു എലമെൻറ്റ് നിലനിർത്താനായിട്ട് പറ്റണം. വൈറസ്, വൺ ഓഫ് ദി ട്രെൻഡ് സെറ്റിംഗ് മലയാളം മൂവി ഓഫ് 2019, ഡയറക്റ്റഡ് ബൈ ആഷിഖ് കപൂർ. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. കാരണം നിപ്പ വൈറസ് പടർന്നു പിടിച്ച മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്തതാണ് ആഷിഖ് കപൂർ. അപ്പോൾ അതിനൊരു കറണ്ട് അഫെയർ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ നടന്നൊരു കാര്യത്തെ ദൃശ്യവൽക്കരിക്കുകയാണ്. അതിൻ്റെ ആഴം, വ്യാപ്തി, അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ആഷിഖ് കപൂറിൻ്റെ സിനിമകൾ പലതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അല്പം ഒരു എന്താ പറയുക, സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകളുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ അൻവർ പോലെയുള്ള സിനിമകൾ, ആഷിഖ് അബു, അമൽ നീരദ് പോലെയുള്ള ആളുകളുടെ സിനിമകൾ, അല്ലെങ്കിൽ ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകൾ, അതിലൊക്കെ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡ്, ആ കാലഘട്ടം എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള സിനിമകൾക്ക് പലപ്പോഴും സാധ്യത തെളിയാറുണ്ട്. For the audience, the film may be an escape and an engaging lesson in history,
morality, human relationship. Films grew from the tradition of theatre and popular amusement, and such as they have much to do with entertainment. Feature films almost always takes their viewers from the mundane detail of everyday life to the magical world of make believe. നിങ്ങളെ യാഥാർത്ഥ്യങ്ങളെ കുറേ പരിചയപ്പെടുത്തും. ആ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് അതിൽ നിന്ന് മാറി ഒരു മാജിക്കൽ വേൾഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച സാധ്യതകളെ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇത്രമേൽ സ്വീകാര്യത നമ്മുടെ നാട്ടിലും നമ്മളിൽ നിന്ന് പോലും പലപ്പോഴും കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, CBFC, ഇതൊരു സംഘടനയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയാണ് CBFC. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കാണാൻ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഒന്ന്, തുടക്കത്തിലുള്ള പരസ്യം, ഈ നഗരത്തിന് ഇതെന്തു പറ്റി, ചിലയിടത്ത് പോകുക ചാരം. രണ്ട്, ഫിലിമിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എഴുതി കാണിക്കും. ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതാണ്, ഇന്നതാണ് സിനിമയുടെ പേര്, ഇത്ര ലെങ്ത് ഉള്ള 1 മണിക്കൂർ 90 മിനിറ്റ് ഉള്ള സിനിമയാണ്, അല്ലെങ്കിൽ 2 മണിക്കൂർ 30 മിനിറ്റ് ഉള്ള സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അതവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. മലയാള സിനിമയാണെങ്കിൽ മലയാളത്തിലും ഒപ്പം തന്നെ ഇംഗ്ലീഷിലും ചിലപ്പോൾ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏത് വർഷമാണ് സിനിമ ഇറങ്ങിയതെന്നുണ്ടായിരിക്കും, ഏത് തരം സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് കിട്ടിയതെന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും കാണിക്കുന്നത് ഇന്ത്യയിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതാദ്യം CBFC കാണുന്നു എന്നുള്ളതാണ്. CBFC കണ്ട് അതിലെ അംഗങ്ങൾ ആ സിനിമയെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു, അതാണ് ആ സിനിമയ്ക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. A സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? വട്ടത്തിലെ A, അഡൽട്ട്സ് ഓൺലി സിനിമകളെന്ന് പറയും. ആരും പുണ്യാളന്മാരാവാൻ വേണ്ടി കേട്ടിട്ടില്ല എന്ന് പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. A സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഞങ്ങളൊന്നും എത്രക്കാരല്ല. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് കമ്മട്ടിപ്പാടം സിനിമ കണ്ടിട്ടുണ്ട്? കമ്മട്ടിപ്പാടം A സർട്ടിഫിക്കറ്റാ. കമ്മട്ടിപ്പാടം A സർട്ടിഫിക്കറ്റാ. ഷക്കീലയുടെ പടങ്ങൾ മാത്രമല്ല A സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സണ്ണി ലിയോൻ്റെ പടങ്ങൾ മാത്രമല്ല A സർട്ടിഫിക്കറ്റ്. മലയാളത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ച കമ്മട്ടിപ്പാടം A സർട്ടിഫൈഡ് ആണ്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഒരു സിനിമ എത്തരത്തിലുള്ളതാണ് എന്നുള്ളതിനുള്ള തെളിവാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഞാൻ കാണാൻ പോകുന്ന സിനിമ എൻ്റെ പ്രായത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ആർക്കൊക്കെ കാണാം എന്നുള്ളതിന് തീരുമാനിക്കുന്ന ഘടകമാണ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ എത്ര തരം സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലുണ്ട്, എന്താണ് ഈ CBFCയുടെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് എ സർട്ടിഫൈയിങ് ബോഡി വിച്ച് സർട്ടിഫൈസ് ഓൾ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഫിലിംസ്, ഫീച്ചർ, ഷോർട്ട് ആൻഡ് ലോങ് ഫിലിം prior to their exhibition. Its headquarters is in Bombay and has regional offices in Bombay, Bangalore, Madras, Cuttack, Calcutta, Hyderabad, New Delhi and Thiruvananthapuram. മേജറായിട്ടുള്ള എല്ലാ സിറ്റികളിലും ഉണ്ട്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഷയിൽ ഇറങ്ങുന്ന, ആ സംസ്ഥാനത്ത് ഇറങ്ങുന്ന സിനിമകൾ ആ റീജിയണൽ ഓഫീസിൽ തന്നെ സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. സർട്ടിഫൈ ചെയ്യപ്പെടാത്ത ഒറ്റ സിനിമ പോലും നമ്മുടെ നാട്ടിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ, നമുക്ക് ലൈസൻസ് എടുത്താൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ സിനിമ എവിടെയും പ്രദർശിപ്പിക്കാനായിട്ട് അനുമതിയുള്ളൂ. ബോംബെ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ബോംബെ കൂടാതെ മറ്റ് പല റീജിയണൽ ഓഫീസുകളും ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഓഫീസ് എന്നുള്ള രീതിയിലെങ്കിലും
ചെയ്തിട്ടുണ്ട്. The film are reviewed for the purpose of certification and the reports are treated as confidential. The Central Board of Film Censors has to come out with specific reason when it asks for cuts in film, and it must also furnish the particulars of guidelines under which cut are sought to be affected to the Indian film producers. ഈ ഫിലിം സർട്ടിഫിക്കേഷൻ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനദണ്ഡം ക്രൈറ്റീരിയ ഉപയോഗിച്ച് സിനിമയെ വിലയിരുത്തുക, ആ വിലയിരുത്തിയ സിനിമയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഈ സിനിമയിൽ ആവശ്യമില്ലാത്തതാണ്, അതൊന്ന് മാറ്റണം. ചിലപ്പോൾ ഒരു ലിപ് ലോക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു റേപ്പ് സീനായിരിക്കാം, അത് ചിലപ്പോൾ അല്പം ഒന്ന് വൾഗറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ CBFC പറയും വേണ്ട അത്രയ്ക്കൊന്നും കാണിക്കണ്ട, കട്ട് ചെയ്തോളൂ എന്ന് പറയും. CBFC പറഞ്ഞ പോലെ കട്ട് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ആ സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. പത്മാവത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയിൽ കുറച്ച് നാൾ മുൻപ് ഇറങ്ങി. ഉഡ്താ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സിനിമ ഇതേപോലെ തന്നെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിലൊക്കെ വിവാദമായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീനായിരിക്കാം, ഒരു പർട്ടിക്കുലർ സീനായിരിക്കും, ചിലപ്പോൾ ഒരു വാചകമായിരിക്കാം. പലപ്പോഴും ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആ വാചകം ഒഴിവാക്കാനായിട്ട് തയ്യാറാവില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിട്ടുള്ളൊരു വാക്കായിരിക്കാം, ഒരു വാചകമായിരിക്കാം. ഇനി CBFCയുടെ കൺട്രോളിൻ്റെ ഏറ്റവും നല്ലൊരു എലമെൻ്റ് എന്നല്ല, ഏറ്റവും മികച്ചൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വിജയുടെ മെർസൽ എന്നൊരു സിനിമയുണ്ട്. മെർസൽ എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് വിജയ് സംസാരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു സീനുണ്ട്. ആ സീക്വൻസിൽ ഇങ്ങനെയാണ്, വിജയ് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ ഈ നടത്തിയ കൊലപാതകത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് പറയുന്ന മറുപടി, ഇത് കൊലപാതകമല്ല, ദിസ് ഇസ് എ ക്ലീനിങ് പ്രോസസ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. അതിനുശേഷം അദ്ദേഹം പറയും 12% GST വാങ്ങുന്ന സിംഗപ്പൂര് ഫ്രീ ആയിട്ട് മെഡിസിനും ചികിത്സയും കൊടുക്കുമ്പോൾ 18% GST വാങ്ങുന്ന ഇന്ത്യയിൽ ചികിത്സ സൗജന്യമല്ല. പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ നികുതി ചുമത്തുമ്പോൾ പെറ്റമ്മമാരുടെ കണ്ണീരിന് കാരണമാകുന്ന മദ്യത്തിന് നികുതി ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ GSTയിൽ അതിനെ പെടുത്തിയിട്ടില്ല, അതിന് വേറെ റേറ്റാണ്. ഇതിൽ GST ഇന്ത്യ ഇപ്പം അടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ GST എന്ന വാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റില്ല സിനിമയിൽ. പക്ഷെ ഞാൻ ഈ സിനിമ ഇറങ്ങി 3-ാമത്തെ ദിവസം സിനിമ കണ്ട ആളാണ്. മെർസൽ ഇറങ്ങി 3-ാമത്തെ ദിവസം തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. നമ്മളിത് വളരെ കൃത്യമായിട്ട് കേട്ടതാണ്. GST എന്ന് തന്നെയാണ് വിജയ് ഉപയോഗിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെ അത് മോശവൽക്കരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് GST എന്ന വാക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ 12% വാങ്ങിക്കുന്ന സിംഗപ്പൂർ, അവിടെ ഒരു മ്യൂട്ടാണ്. ആ മ്യൂട്ട് നിർബന്ധിച്ചിട്ടിരിക്കുന്നതാണ്. സംവിധായകനോ ആ സിനിമയിൽ അഭിനയിച്ച വ്യക്തികളോ അവർക്ക് ആ പറയണമെന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത്രയും GST മേടിച്ചിട്ടും ഒന്നും നമുക്ക് സൗജന്യമായിട്ട് തരുന്നില്ല ഗവൺമെൻറ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അപ്പം സിനിമാ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം, കാരണം ഇത് കേട്ടിട്ട് ആൾക്കാർ അത് ഏറ്റെടുത്താൽ നാളെ ഗവൺമെൻറ്റിന് GST ഈടാക്കാൻ പറ്റില്ല. GST നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു, ഒക്കെ ശരിവെക്കുന്നു, ഒന്നിലും എതിരഭിപ്രായമില്ല. പക്ഷേ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ദ കോമൺ മാൻ? അതാണ് ചോദ്യം. സാധാരണക്കാരന് എന്ത് നേട്ടം GST കൊണ്ട്? അതിനുത്തരം പറയാൻ ഗവൺമെൻറ് തയ്യാറായാൽ ഈ വിഷയോട് അവസാനിച്ചു.
അപ്പം ഇത്തരത്തിലുള്ള ചില കട്ടിങ്ങുകൾ, ചില നിർബന്ധപൂർവമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ സിനിമയിൽ CBFC വരുത്താനായിട്ട് ആവശ്യപ്പെടും. ദ ഫിലിംസ് സർട്ടിഫൈഡ് ആസ് യു എന്ന സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഫോർ അൺറെസ്ട്രിക്റ്റഡ് എക്സിബിഷൻ, എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും പോയി കാണാം, ഒരു വിരോധമില്ല. അതർവൈസ് എ സർട്ടിഫൈഡ് ആണെങ്കിൽ എ ഫോർ പബ്ലിക് എക്സിബിഷൻ റെസ്ട്രിക്റ്റഡ് ടു അഡൽട്ട്സ് ഓൺലി. തിയേറ്ററിലൊക്കെ കാണിക്കാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായവർ മാത്രമേ തിയേറ്ററിലേക്ക് കയറാൻ പാടുള്ളൂ. കുട്ടികൾക്ക് കാണാനായിട്ട് അനുവാദമില്ലാത്ത സിനിമകൾ. UA ഫോർ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ സബ്ജക്റ്റ് ടു പാരന്റൽ ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 12. UA സർട്ടിഫൈഡ് ആണ് നമ്മുടെ നാട്ടിലെ 80% മലയാളം സിനിമകൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, എലമെൻ്റ് എന്ന് പറയുന്നത്, സിനിമയുടെ എലമെൻ്റ് എന്ന് പറയുന്നതിൽ ചിലപ്പോൾ അല്പം സെക്ഷൽ എലമെൻ്റ് ഉണ്ടാവും, ചിലപ്പോൾ അല്പം വൾഗാരിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് UA സർട്ടിഫിക്കറ്റ് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത്. കുട്ടികൾക്ക് സിനിമ കാണാം, 12 വയസ്സിന് താഴെയുള്ളവർക്ക് വരെ സിനിമ കാണാം, പക്ഷേ അണ്ടർ ദി ഗൈഡ് ലൈൻസ് ഓഫ് ദെയർ പാരൻസിൻ്റെ കൂടെയാണെങ്കിൽ മാത്രമേ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കടത്തുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ നാട്ടിൽ പാരൻസ് സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെയാണ് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സിനിമയ്ക്ക് പോവുക. പിന്നെ എന്ത് കാര്യത്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോഴൊക്കെ നമ്മുടെ അമ്മമാർ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഏതെങ്കിലും ഒരു ഇപ്പോൾ അത്യാവശ്യം വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ചെയ്തിട്ട് ഒരു പാട്ട് വരികയാണ്, ഇതാ കണ്ണുപൊത്തിരിക്കടാ, ഒരു സാധനം കാണണത് ആ ചാനലിൽ മാറ്റിയേ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടട്ടെ, കണ്ണടച്ചോ. ഇന്നിപ്പോൾ അതൊന്നൊരു വലിയ വിഷയമല്ലാതായി പാരൻസിന്. കാരണം കോമൺ ആണ്, ഇത് എല്ലാവരും കാണിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡ്രസ്സിങ്, ഇങ്ങനെ തന്നെയാണ് സിനിമ. അങ്ങനത്തെ ഭാഗങ്ങൾ വരുമ്പോൾ കണ്ണുപൊത്തിയിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സിനിമ കഴിയണവരെ കണ്ണുപൊത്തിരിക്കേണ്ടി വരും. അപ്പം അത് നടക്കാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ UA സർട്ടിഫൈഡ് ആയിട്ടുള്ള സിനിമകൾ പാരൻറ്റിൻ്റെ ഗൈഡ് ലൈൻസോട് കൂടി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കാണും. എസ് ഫോർ പബ്ലിക് എക്സിബിഷൻ റെസ്ട്രിക്റ്റഡ് ടു സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസ് സച്ച് ആസ് ബിസിനസ് ഗ്രൂപ്പ്, സ്പോർട്സ് പേഴ്സൺസ് ആൻഡ് ഡോക്ടേഴ്സ്. S കാറ്റഗറിയിലാണ് നിങ്ങൾ കാണുന്ന സിനിമ എങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഗ്രൂപ്പിൽ പെട്ട ആളായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് സിനിമകളായതുകൊണ്ടാണ്, സ്പെഷ്യൽ കാറ്റഗറി ആയതുകൊണ്ടാണ് S സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി സിനിമകൾ കാണുമ്പോൾ പേരെഴുതി കാണിക്കുന്നതിന് മുൻപ് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതിൽ നോക്കുക ഏതാണ് കൊടുത്തിരിക്കുന്നത്, U ആണോ, U⁻A ആണോ, വെറും A മാത്രമാണോ, S ആണോ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നോക്കിയതിന് ശേഷം സിനിമകൾ കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് മനസ്സിലാക്കിയത്. ഒന്ന്, ഇന്ത്യൻ സിനിമയുടെ വളർച്ച, അല്ലെങ്കിൽ ഇന്ത്യയിൽ സിനിമയുടെ വളർച്ച. രണ്ടാമത്, സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം സിനിമയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനും നല്ല രീതിയിലുള്ള എക്സിബിഷൻ്റെയും കാരണമാകുന്നതിന് വേണ്ടി ഒരു ഫിലിം സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി ഒരു സംഘടനയുണ്ടെന്നും ആ സംഘടന ഇത്തരത്തിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുവെന്നും അവർക്ക് ഇത്തരത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ 2ാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ കണ്ട, ഈ ക്ലാസ്സിൻ്റെ തന്നെ ഫസ്റ്റ് ഭാഗത്ത് കണ്ട പുണ്ടാലിക്ക് പോലത്തെ, അലം ആറ പോലത്തെ, ദാദാ സാഹിബ് ഫാൽക്കെയുടെ സിനിമകൾ, രാജാ ഹരിചന്ദ്ര പോലത്തെ ഇങ്ങനത്തെ പേരുകളൊക്കെ ഓർത്തു വയ്ക്കുക. കാരണം അതൊക്കെ സിനിമയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ മേഖലയ്ക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഒപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുക. എത്രയും വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന അത്രയും വേഗത്തിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. താങ്ക് യു.